ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സ്വന്തം പിഴവുകൾ കൊണ്ട് മാത്രം ഫുട്ബോളിലെ കിരീടം നഷ്ടപ്പെട്ട ഒരു ചക്രവർത്തിയുടെ സമാനതകളില്ലാത്ത ജീവിത കഥയാണ്. കാലുകളിൽ മാസ്മരികത ഒളിപ്പിച്ചു വെച്ച കൊല്ലത്തിൻ്റെ കാൽപന്തുകളുടെ രാജകുമാരൻ. 1949 കൊല്ലം പള്ളിത്തോട്ടം തീരദേശത്തെ മത്സ്യത്തൊഴിലാളിയായിരുന്ന മുത്തുവിൻ്റെയും എലിസബത്തിൻ്റെയും മകനായി ജനിച്ച് ഇല്ലായ്മയോട് പടവെട്ടി സ്വന്തം കഴിവിൽ ജീവിതത്തിൽ നിരവധി തവണ അവസരങ്ങൾ തേടി വന്നിട്ടും ബാലിശമായ സ്വഭാവ വൈകൃതത്തിൻ്റെ പേരിൽ അവഗണനയുടെ ചവിറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട ഇന്ത്യൻ പെലെ എന്ന് നിസ്സംശയം വിളിക്കാൻ കഴിയുന്ന കാൽപന്തുകളുടെ രാജകുമാരനാണ് ജോർജ് മുത്തു. വളരെ ചെറുപ്പം മുതൽ ടെന്നീസ് പന്ത് കൊണ്ട് മുത്തു കടപ്പുറത്ത് മണ്ണിൽ കളിക്കുന്നത് കണ്ട് ആളുകൾ കൂടുമായിരുന്നു. അത്രയ്ക്കും പന്തെടുക്കമായിരുന്നു ജോർജ് മുത്തുവിന്. എപ്പോഴും പോക്കറ്റിലൊരു ടെന്നീസ് ബോൾ കാണും. കാൽപന്ത് അദ്ദേഹത്തിന് ജീവനായിരുന്നു. കൊല്ലം സെൻ്റ് അലോഷ്യസ് സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് സ്കൂൾ ടീമിന് വേണ്ടി കളിച്ചു തുടങ്ങിയത്. അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജോർജ് മുത്തുവിന് ക്യാപ്റ്റൻ പദവി നൽകി. പിന്നീട് മുത്തുവിൻ്റെ കാലമായിരുന്നു. കൊയിലോൺ അത്ലറ്റിക് ക്ലബ്ബ് ആണ് ഈ ഫുട്ബോൾ താരത്തിൻ്റെ വളർച്ചയുടെ ആണിക്കല്ല്. 15 വയസ്സ് മുതൽ ക്ലബ്ബ് ടീമുകൾക്ക് വേണ്ടി കളിച്ചു തുടങ്ങി. മുത്തു ഏത് ടീമിന് വേണ്ടിയാണോ കളിക്കുന്നത് ആ ടീമിന് വിജയം ഉറപ്പായിരുന്നു. അക്കാലത്ത് അദ്ദേഹം കളിക്കാനുണ്ടെന്നറിഞ്ഞാൽ കളി കാണാൻ വിദൂര ദേശങ്ങളിൽ നിന്നുപോലും ഫുട്ബോൾ പ്രേമികൾ എത്തുമായിരുന്നു. മുത്തുവിൻ്റെ കാലിൽ പന്ത് കിട്ടിയാൽ അത് ഗോളാകുമെന്ന് ഉറപ്പായിരുന്നു. വേഗത കൊണ്ടും ടെക്നിക്ക് സ്കിൽ കൊണ്ടും ഫിനിഷിംഗ് ടച്ച് കൊണ്ടും മുത്തുവിനെ നമ്മൾക്ക് നിസ്സംശയം ഇന്ത്യൻ പെലെ എന്ന് തന്നെ വിളിക്കാം. മുത്തുവിൻ്റെ കാലിൽ പന്ത് ലഭിച്ചാൽ എതിരാളികൾക്ക് തട്ടിയെടുക്കുക സാധ്യമല്ല. അദ്ദേഹം ഒരിക്കലും വ്യക്തിഗത നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല. മുത്തു ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. കൊല്ലം ജില്ലാ ഫുട്ബോൾ ടീമിൽ സ്ഥാനം നേടിയതോടെ സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. അതോടെ 1968 കേരള ജൂനിയർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1968 ജൂനിയർ നാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ആന്ധ്ര ടീമിനെതിരെ കളി തുടങ്ങി 22 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേരളം 3 ഗോളുകൾക്ക് ഏകപക്ഷീയമായ വിജയം നേടി. ആ 3 ഗോളുകളും മുത്തുവിൻ്റെ സംഭാവനയായിരുന്നു. അതോടെ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൽ ശ്രദ്ധേയനായി. ആ വർഷം മികച്ച ജൂനിയർ താരത്തിനുള്ള ബഹുമതി കരസ്ഥമാക്കി. 1969 കട്ടക്കിൽ ചേർന്ന ജൂനിയർ നാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ആദ്യമായി കേരളം ജേതാക്കളാകുമ്പോൾ ആ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചത് ജോർജ് മുത്തുവായിരുന്നു. 1969 കൊല്ലത്തെ അന്നത്തെ പ്രധാന ടീമായ മീറ്റർ കമ്പനി മുത്തുവിന് ജോലി നൽകി. 1970 വരെ അവർക്ക് വേണ്ടി കളിച്ചു. 1971 അദ്ദേഹത്തിന് AOC സെക്കൻഡറാബാദ് ജോലി നൽകി. പിന്നീട് അങ്ങോട്ട് മുത്തു എന്ന ഇന്ത്യൻ പെലയെ മുൻനിർത്തിയാണ് AOC സെക്കൻഡറാബാദ് ഇന്ത്യയിൽ നടന്ന എല്ലാ ടൂർണമെൻറ്റിലും ട്രോഫികൾ വാരിക്കൂട്ടിയത്. 1972 73 സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിൽ അദ്ദേഹം സർവീസസ് ടീമിന് വേണ്ടി ബൂട്ട് കെട്ടി. സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിൽ മികച്ച കളി കാഴ്ചവെച്ച മുത്തുവിനെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ അവസാന നിമിഷം അദ്ദേഹത്തിന് പകരം ഗോവൻ താരമായ ലോബോയെ ടീമിലെടുത്തു. അതിലൊന്നും അദ്ദേഹത്തിന് സങ്കടമില്ലായിരുന്നു. കാരണം മുത്തു സ്നേഹിച്ചത് ഫുട്ബോളിനെയായിരുന്നു. കാലത്തിൻ്റെ കാവ്യനീതി പോലെ പിന്നീട് അദ്ദേഹം മലേഷ്യയിലെ കൊലാലംപൂരിൽ വെച്ച് നടന്ന മെഡേക്ക ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു. ഇന്ത്യയിലെ വമ്പൻ ക്ലബ്ബുകൾ അദ്ദേഹത്തിനായി ക്യൂ നിന്നു. എന്നാൽ അദ്ദേഹം അതെല്ലാം നിരസിച്ചു. AOC സെക്കൻഡറാബാദ് ടീമിൽ തന്നെ കളിച്ചു. അതോടൊപ്പം തന്നെ ഈ കാലത്ത് പലരും കേൾക്കാത്ത ഫുട്ബോൾ ടൂർണമെൻറ്റിലും മുത്തു കളിച്ചിരുന്നു. DCM ട്രോഫി, IFA ഷീൽഡ്, ദുരന്ത് കപ്പ്, നൈസാൻ ഗോൾഡ് കപ്പ്, അബ്ദുൽ കലാം ആസാദ് മെമ്മോറിയൽ ട്രോഫി, ശ്രീനാരായണ കണ്ണൂർ ട്രോഫി, ചക്കോള, സേഠ് നാഗ്ജി, ജബൽപൂർ ആൾ ഇന്ത്യ, ഗോണ്ടിയ, ബിലാസ്പൂർ തുടങ്ങിയ എത്രയോ ആൾ ഇന്ത്യ ടൂർണമെൻറ്റുകളിൽ അദ്ദേഹം കളിച്ചു. 1974 ചങ്ങനാശ്ശേരി KFA ഷീൽഡ് ടൂർണമെൻറ്റിൽ മികച്ച കളിക്കാരനുള്ള തങ്കപ്പതക്കം. അതേ വർഷം ചക്കോള ടൂർണമെൻറ്റിൽ ഹാട്രിക് ഗോൾ. കൊല്ലം ജില്ലയിലെ ലീഡേഴ്സ്, സിസ, മീറ്റർ കമ്പനി തുടങ്ങിയവ ചിലത് മാത്രം. ഏത് ടൂർണമെൻറ്റിൽ കളിച്ചാലും മുത്തു ബെസ്റ്റ് പ്ലെയർ അവാർഡ് നേടും. റഫറിയുടെ അവസാന വിസിൽ വരെയും നമുക്ക് പ്രതീക്ഷിക്കാം മുത്തു ഗോൾ നേടുമെന്ന്. അത്രയ്ക്കുണ്ട് ടീമുകൾക്ക് മുത്തുവിലുള്ള വിശ്വാസം. ഇന്ത്യ മുഴുവൻ തൻ്റെ മാന്ത്രിക കാലുകൾ കൊണ്ട് ആ 9ാം നമ്പർ ജേഴ്സിക്കാരൻ മായാജാലം തീർക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഏതൊരു ഗോൾ കീപ്പറിനെയും അദ്ദേഹം അനായാസം കബളിപ്പിക്കുമായിരുന്നു. ഗ്രൗണ്ടിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഗോൾ നേടുന്നതിൽ മുത്തു മികച്ചു നിന്നു. ഒരിക്കൽ കൊല്ലം ഗോൾഡൻ ജൂബിലി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മുത്തുവിൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൻ്റെ മധ്യത്തിൽ നിന്നും കൊല്ലം ജില്ലാ ടീമിന് വേണ്ടി MRC ടീമിനെതിരെ ആ മത്സരം കളിക്കാൻ വളരെ യാദൃച്ഛികമായി ഗ്രൗണ്ടിൽ വന്നതാണ് അദ്ദേഹം. ഉടനെ തന്നെ സഹകളിക്കാരൻ്റെ ബൂട്ടുമണിഞ്ഞ് ഗ്രൗണ്ടിലിറങ്ങിയാണ്
ഗ്രൗണ്ടിൻ്റെ മധ്യത്തിൽ നിന്നും ഗോൾ നേടുന്നത്. അന്നത്തെ കാലത്തെ കുട്ടിക്കളിക്കാർ ജോർജ് മുത്തുവിനെ പോലെ ആകണമെന്ന് മോഹിച്ചിരുന്നു. അത്രയ്ക്ക് സരസമായിരുന്നു അദ്ദേഹത്തിൻ്റെ കളികൾ. ഇന്ത്യയിലെ ഏറ്റവും നല്ല ജൂനിയർ പ്ലെയർ എന്ന ബഹുമതിക്ക് അർഹനായ ആളാണ് ജോർജ് മുത്തു. എതിർ ടീമിൻ്റെ സ്റ്റോപ്പർ ബാക്കുകളെ വെട്ടിച്ച് കടന്നു കഴിഞ്ഞാൽ ഗോൾ കീപ്പർമാരെ എളുപ്പത്തിൽ ആശയക്കുഴപ്പത്തിലാക്കി അദ്ദേഹം പന്ത് വലയിലാക്കും. തൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിനൊരു ബലഹീനതയായിരുന്നു. അവരോട് ബെറ്റുവെച്ച് പല വികൃതികളും അദ്ദേഹം കാട്ടിയിരുന്നു. ഒരിക്കൽ സെവൻസ് ഗ്രൗണ്ടിൽ കളിക്കും മുമ്പ് ഗ്യാലറിയെ ചൂണ്ടി തൻ്റെ ടീം അംഗങ്ങളോട് അദ്ദേഹം ഒരു പന്തയം വെച്ചു. ഇന്ന് ഈ കളിക്കിടയിൽ ആ ഇരിക്കുന്ന പോലീസ് ഓഫീസർ തൊപ്പി പന്ത് കൊണ്ടടിച്ച് കളയും. പറഞ്ഞതുപോലെ 20 മിനിറ്റുകൾക്കുള്ളിൽ ഗ്യാലറിയിൽ ഏറ്റവും പിന്നിലായിരിക്കുകയായിരുന്ന പോലീസ് ഓഫീസറെ തൊപ്പി അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു ജോർജ് മുത്തു. അത്രയ്ക്ക് ഷാർപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾ. അക്കാലത്ത് കൊല്ലം തീരദേശത്ത് നടക്കുന്ന എല്ലാ ഫുട്ബോൾ ടൂർണമെൻറ്റുകളും കയ്യാങ്കളിയിൽ അവസാനിക്കാറുണ്ട്. എന്നാൽ മുത്തു റഫറിയായി വന്നാൽ കളിക്കാർ വളരെ ബഹുമാനത്തോടെയായിരുന്നു പെരുമാറിയിരുന്നതും സമാധാനപൂർവ്വമായിരുന്നു കളികൾ പൂർത്തീകരിച്ചിരുന്നതും. അനുസരണയില്ലായ്മയും നിഷേധവും അദ്ദേഹത്തിൻ്റെ മുഖമുദ്രകളായിരുന്നു. 1973 എറണാകുളത്ത് വെച്ച് നടന്ന സന്തോഷ് ട്രോഫിയിൽ പങ്കെടുക്കാൻ വന്ന ജോർജ് മുത്തു അനുവാദം കൂടാതെ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ ടീമിൽ കളിച്ചു. ഇതറിഞ്ഞ AOC സെക്കന്ദരാബാദ് മഹീന്ദ്ര ആൻഡ് മഹേന്ദ്ര ടീമിന് കത്തയച്ചു. അവർ മുത്തുവിനെ വിട്ടുകൊടുത്തു. എന്നാൽ പറയാതെ കളിക്കാൻ പോയ AOC അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് ശിക്ഷിച്ചു. അതോടെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോന്നു. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിൻ്റെ ജീവിതം മാറി മറിയുകയായിരുന്നു. മഹാനായ ഒരു ഫുട്ബോൾ താരമെന്ന പദവിയിലേക്കുള്ള മുന്നേറ്റത്തിനിടെ ജോർജ് മുത്തു കാലിടറി വീണു. മീറ്റർ കമ്പനിയിൽ ജോലി നേടിയെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ട് നഷ്ടപ്പെട്ടു. ഫുട്ബോൾ പ്രകടനത്തോടൊപ്പം മറ്റൊരു കലയിലും അതിവിദഗ്ധനായിരുന്നു ജോർജ് മുത്തു. അതുതന്നെയാണ് അദ്ദേഹത്തെ നാശത്തിലേക്ക് നയിച്ചതും. പല ടീമുകളിലേക്ക് മുത്തു ചെന്ന് കയറിയ തൻ്റെ ഫുട്ബോൾ സിദ്ധി കൊണ്ടാണെങ്കിൽ അവയിൽ നിന്നൊക്കെ പുറത്താകേണ്ടി വന്നത് തൻ്റെ മോഷണ കല കൊണ്ടായിരുന്നു. ന്യൂഡൽഹിയിലെ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ സർവീസസ് 11 പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ജോർജ് മുത്തു അതിൽ കളിക്കാൻ നിൽക്കാതെ എങ്ങനെയോ അവിടെ നിന്നും കേരളത്തിലെത്തി പരിചയമുള്ളൊരു പ്രൊഫസറുടെ വസതിയിൽ ചെന്ന് ഒരു റേഡിയോ എടുത്തുകൊണ്ട് പോന്നു എത്രേ. 2-ാം ദിവസവും സാറിനെ തിരക്കി ചെന്നപ്പോൾ അദ്ദേഹം ഇല്ലാത്ത സമയം ഒരു റിറ്റ്സ് വാച്ചുമായിട്ടാണ് മുത്തു തിരിച്ച് ഇറങ്ങിപ്പോന്നത്. കേരള പോലീസിന് പല പരാതികൾ കിട്ടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതിഭ കാരണം അവർ കണ്ണടച്ചിരുന്നു. എന്നാൽ ഇത്തവണ അവർ അയാളെ വിട്ടില്ല. അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. കേരളത്തിൻ്റെ കിടയറ്റ സ്ട്രൈക്കറായിരുന്നു ജോർജ് മുത്തു. 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയ അദ്ദേഹം 1965 ജൂനിയർ നാഷണൽ ഹാട്രിക് നേടി. കട്ടക്കിൽ ശക്തമായ ആന്ധ്രയ്ക്കെതിരായിട്ടായിരുന്നു ആ നേട്ടം. അടുത്ത 2 വർഷങ്ങളിൽ നടന്ന ഡോക്ടർ BC റോയ് ട്രോഫിയിലും മുത്തു അംഗമായിരുന്നു. തൃശ്ശൂരിൽ ചക്കോള സ്വർണ്ണക്കപ്പിൽ കളിക്കാനെത്തിയ മുത്തു ഒരു ക്യാമറ നർത്തകിയുമായി പരിചയപ്പെട്ടു. കൊല്ലക്കാരിയായ ആ നർത്തകി ജീവിത പങ്കാളിയായതോടെ ആർഭാട ജീവിതത്തിന് വേണ്ടിയുള്ള അഭിനിവേശം മുത്തുവിനെ തെറ്റിലേക്ക് നയിച്ചു. പട്ടാളത്തിൽ ചേർന്ന് ആദ്യം അവധിക്ക് വന്നപ്പോൾ തിരികെ പോയില്ല. അതിന് ശിക്ഷയും ലഭിച്ചു. മാനസികമായ ആൾക്കെന്തോ തകരാറുണ്ടെന്ന് മുത്തുവിൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ ഷാജഹാൻ മനസ്സിലാക്കി. അദ്ദേഹം അത് സർക്കാരിൽ ബോധ്യപ്പെടുത്തി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 6 മാസം തടവിന് ശിക്ഷിക്കപ്പെട്ട മുത്തുവിനെ കാണാൻ മുത്തുവിനെ ശിക്ഷിച്ച മജിസ്ട്രേറ്റ് ഏതാനും ഡോക്ടർമാരോടൊപ്പം അവിടെ എത്തി. മുത്തുവിന് ജാമ്യം ലഭിച്ചു. പക്ഷേ ജോലി നഷ്ടപ്പെട്ടു. ഷാജഹാൻ ഡോക്ടർ പറഞ്ഞ കഥകളിലൊന്ന്, ഒരിക്കൽ മുത്തു ഒരു വീട്ടിൽ പോയി. അവിടെ മേശപ്പുറത്ത് 3 സ്വർണ്ണവളകളും ഒരു കളിപ്പാട്ടവും ഇരിപ്പുണ്ടായിരുന്നു. വീക്ക്നെസ് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ മുത്തു കളിപ്പാട്ടവും കൈക്കലാക്കി മടങ്ങി. ആദ്യ വൈവാഹിക ജീവിതം പരാജയപ്പെട്ടതിനു ശേഷം ജോർജ് മുത്തു 2ാമത് ഈവാൻ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. ഈ വിവാഹവുമായി ബന്ധപ്പെട്ടും രസകരമായ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹകളിക്കാരൻ കൂടിയായ പ്രശസ്തനായ സുഹൃത്തിന് വിവാഹമുറപ്പിച്ച പെൺകുട്ടിയാണ് ഈവാൻ. ഈവാനെ വിവാഹം കഴിക്കാൻ ആലോചിച്ചു വന്ന സുഹൃത്തിനോട് അവൾ ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പിന്നീട് മുത്തുവിൻ്റെ വിവാഹത്തിന് വന്നപ്പോൾ സുഹൃത്ത് ഈ വിവരം ചോദിച്ചു. അപ്പോൾ മുത്തുവിൻ്റെ മറുപടി, ഞാനൊരു കാര്യം നേടണമെന്ന് തീരുമാനിച്ചാൽ എന്ത് വില കൊടുത്തും അത് നേടുമെന്നായിരുന്നു. ദാരിദ്ര്യവും ജീവിത സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തെ തടഞ്ഞുവെങ്കിലും മികച്ച ഫുട്ബോൾ താരമെന്നുള്ള ഇമേജാണ് ഇന്നും ജനമനസ്സുകളിൽ നിലനിൽക്കുന്നത്. സ്വഭാവ വൈകൃതങ്ങൾ ജീവിതം നശിപ്പിച്ച ആ ഇന്ത്യൻ ഫുട്ബോൾ താരം ക്യാൻസർ ബാധിതനായിരിക്കെ 2001 ഡിസംബർ 30 ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫുട്ബോൾ നിലനിൽക്കുന്ന കാലമത്രയും കൊല്ലക്കാർക്ക് മറക്കാൻ കഴിയാത്ത മരണമില്ലാത്ത മായാജാലങ്ങൾ സമ്മാനിച്ച മാന്ത്രിക കളിക്കാരനാണ് ജോർജ് മുത്തു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ 2 പേർ മികച്ച ഫുട്ബോൾ താരങ്ങളായിരുന്നു. ഒരാൾ ദാസൻ കളിക്കിടയിൽ ഗോൾ നേടിയതിനു ശേഷം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അദ്ദേഹം AOC താരമായിരുന്നു. മറ്റൊരാൾ കസ്മൽ കൊല്ലം അലിൻ ടീമിൻ്റെ താരമായിരുന്നു.
അവസാന കാലഘട്ടം വരെയും പള്ളിത്തോട്ടം QSS കോളനിയിൽ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഭവനത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഭാര്യ ഈവാൻ, മക്കൾ ബിന്ദു, മിനി, ഹെലൻ. കൊച്ചുമകൻ കിരൺ 9-ാം നമ്പർ ജേഴ്സി ഉൾപ്പെടെ കയ്യിൽ പച്ച കുത്തിക്കൊണ്ട് അഭിമാനത്തോടെയാണ് നടക്കുന്നത്. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും.